തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ നടത്തുന്ന നഴ്സിംഗ് സമരം തികച്ചും നിയമവിരുദ്ധവും ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്നതുമാണെന്ന് ആശുപത്രി മാനേജ്മെന്റ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിച്ചു. ജനങ്ങൾക്കിടയിലും UNA ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ നിലവിൽ ആരംഭിച്ചിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്കിടയിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ നഴ്സുമാർക്ക് ഏറ്റവും ഉയർന്ന ശമ്പളം നൽകുന്ന സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടും ജൂബിലി മിഷനെയും അമലയെയും മാത്രം ലക്ഷ്യമിട്ട് നടക്കുന്ന ഈ സമരം ദുരൂഹമാണെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. പുതിയ കേന്ദ്ര തൊഴിൽ നിയമപ്രകാരം പൊതുജനോപയോഗ സേവന സ്ഥാപനങ്ങളിൽ സമരം ആരംഭിക്കുന്നതിനു മുൻപ് കൃത്യമായ നോട്ടീസ് നൽകേണ്ടതുണ്ട്. ആരോഗ്യമേഖലയിലെ സമരങ്ങളെക്കുറിച്ച് മുൻപ് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച കടുത്ത നിർദ്ദേശങ്ങൾ ഈ സമരത്തിലൂടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. കാഷ്വാലിറ്റി, ICU, ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയ അതീവ ജാഗ്രത വേണ്ട മേഖലകളെ സമരത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും മരണത്തോട് മല്ലിടുന്ന പാവപ്പെട്ട രോഗികളുടെ അരികിൽ നിന്ന് പോലും ശുശ്രൂഷ പിൻവലിക്കുന്ന മനസാക്ഷിയില്ലാത്ത നിലപാടാണ് UNA സ്വീകരിക്കുന്നത്. കേരള സർക്കാർ 2018 ഏപ്രിൽ 23 പുറപ്പെടുവിച്ച മിനിമം വേതന വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കിയിട്ടും മാനേജ്മെന്റ് മുൻകൈയെടുത്ത് 2017 ഒക്ടോബർ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയുള്ള പുതുക്കിയ ഉയർന്ന നിരക്കിലാണ് വേതനവും കുടിശ്ശികയും നൽകി വരുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം മുഖേനയാണ് ശമ്പളം നൽകുന്നത് എന്നതിനാൽ യാതൊരു ക്രമക്കേടും സാധ്യമല്ല. സമരവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. ജൂബിലി മിഷൻ ആശുപത്രിയിലെ കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് മാനേജ്മെന്റ് ബോർഡ് കൂട്ടായാണ് തീരുമാനിക്കുന്നത്. ചർച്ചകളിലൂടെ ശമ്പള വർധനവ് നടപ്പിലാക്കിയില്ലെന്ന് മറ്റ് ആശുപത്രി മാനേജ്മെന്റുകൾ അവകാശപ്പെടുമ്പോഴും ആ കരാറുകൾ പരസ്യപ്പെടുത്താൻ UNA തയ്യാറായിട്ടില്ല. ആശുപത്രിയിലെ ആകെയുള്ള 1131 സ്റ്റാഫ് നഴ്സുമാരിൽ 880-ലധികം പേർ ഈ സമരത്തിൽ പങ്കെടുക്കാതെ ജോലിയിൽ തുടരുകയാണ്. രോഗിപരിചരണവും മറ്റ് അടിയന്തര ചികിത്സാ സൗകര്യങ്ങളും തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ ജീവനക്കാർ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു. അതേസമയം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, അമല മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്കെതിരെ നടക്കുന്ന സമരത്തിന്റെ മറവിൽ അതിരൂപതയ്ക്കും അതിരൂപത അധ്യക്ഷനുമെതിരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങളെയും സാമൂഹ്യ മാധ്യമത്തിലൂടെയുള്ള ആക്രമണങ്ങളെയും ചെറുത്തു തോൽപ്പിക്കണമെന്നും അതിരൂപത ആശുപത്രി സംരക്ഷണ സമിതി അറിയിച്ചു.